ഇന്ന് ഇങ്ങനെയുള്ള മറ്റുള്ള സിനിമകൾ വളരെ ഈ യൂത്തിനെ സ്വാധീനിക്കുന്ന സിനിമകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഫാമിലി ബോണ്ടിങ്ങിനെ കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമൂഹത്തിന് ഒരു മോറൽ ഇത് കൊടുക്കുന്ന മൂവികളും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതല്ല ഒരു ഉദ്ദേശമുണ്ട്. ഈ പറഞ്ഞ വയലൻസ് സിനിമകൾ കാണണം. കാര്യം ഇത്രയും വയലൻസ് ഇതേ രീതിയിൽ പലയിടത്തും നടക്കുന്നുണ്ട്. ചില സംഭവങ്ങൾ കാണുമ്പോൾ അവർക്ക് അറിയാനും പറ്റും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതും വേണം അതിന്റെ കൂടെ. പക്ഷെ ഇത് ചിലപ്പോൾ ചിലരൊക്കെ അനുകരിക്കും. ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി മാഫിയ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നു, കൊച്ചി കേന്ദ്രീകരിച്ച് അറിയാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ കൊലപാതകം ഈ ഇടയ്ക്ക് തന്നെ വിദ്യ കൊണ്ട് സ്വന്തം കൂടപ്പറപ്പിനെയും ബന്ധുക്കളെയും ദുഷ്ടമായി അടിച്ചു കാമുകിയവരെ ആർക്കെങ്കിലും പറ്റുമോ? എത്ര സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ മരണം വരെ പിടഞ്ഞ് മരിക്കുന്ന ചുറ്റി കൊണ്ട് അടിച്ച് കാണുന്ന ആ ഒരു മാനസിക അവസ്ഥ ഉണ്ടായത് എന്ത് മുതലാണ്? ഇവിടെ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് എന്ത് മുതലാണ്? അതിന് പ്രചോദനമായ കാരണം എന്താണ്? കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അത് സിനിമയുടെ ഘടകമല്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം നടക്കുമ്പോഴത്തേക്ക് അതുപോലുള്ള കുറെ സംഭവം ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു മീഡിയ മാത്രമാണ്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെയുള്ള സിനിമയും വേണം, ഇതുപോലെ കഥാതന്തുള്ള അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന സിനിമകളും വേണം എന്നുള്ളതാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. അല്ലാതെ വേറൊന്നുമല്ല. മാർക്കറ്റിന്റെ കളക്ഷൻ നേടിയ പടമാണ്, നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ജനങ്ങൾ എടുത്ത് ഇതിനു മുമ്പ് ഇല്ലെന്നൊരു പടം വന്നിരുന്നു. ഇതിനു മുമ്പ് ട്രെയിനിനകത്ത് ഒരു കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിനുശേഷമാണ് ഈ പടങ്ങൾ വന്നത്. ഇല്ലെന്ന് പറഞ്ഞൊരു പടം വന്നത്. ഇപ്പൊ ഇതേപോലെ തന്നെ ഞാൻ എന്റെ മകൻ ഈ മീഡിയ വാർത്തകളിൽ എന്റെ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ ഈ സിനിമ ഉണ്ട് ഇങ്ങനെ അത് ചീത്തയാവുന്ന ആൾക്കാർ കാണും. അതിൽ 100-ൽ 1-2 പേരോ ആയിരിക്കും അങ്ങനെ ചീത്തയാവും. ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ തെറ്റായ രീതിയിൽ പോകരുത്, നമ്മൾ സമൂഹം പോകരുത്. ഇത് ഇതൊരു സിനിമയാണ്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അവർ അനുകരിക്കാൻ ശ്രമിക്കരുത്. പക്ഷെ അതിന് നല്ല വശങ്ങൾ, അതായത് നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് മക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലും അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലും ഉള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എടുക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? ഇപ്പം റീസെന്റ് ആയിട്ട് നടക്കുന്ന ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. ഇപ്പം എന്റെ മകൻ, ഇപ്പം അച്ഛനമ്മയുടെ കൂടെ മകൻ എത്ര നേരം ഉണ്ടാവും വീട്ടില്? കൂടുതൽ നേരം അവൻ ചെലവഴിക്കുന്നത് ഇപ്പം സ്കൂളിലും ട്യൂഷൻ സെന്ററിലും ഒക്കെ ആയിരിക്കും കൂടുതൽ നേരം. കാരണം ഇന്ന് വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ലൈഫാണ് നടക്കുന്നത്. അതുപോലെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി മാറി. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് രക്ഷിതാക്കളും ഉത്തരവാദികളാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് 2 അടി എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ വീട്ടിൽ പറയാൻ പേടിക്കും, എനിക്ക് അടി കിട്ടിയെന്ന് പറയാൻ പേടിക്കും. അപ്പൊ നമ്മൾ പോയിട്ട് സാർ ഇങ്ങനെ പറഞ്ഞു, സാർ ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അച്ഛനമ്മ എന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പറയണം, നീ എന്ത് തെറ്റിയെന്ന് ചോദിക്കും. ഇന്ന് അങ്ങനെയല്ല. ടീച്ചേഴ്സിനെ പോലും, കാരണം ഞങ്ങൾ അധ്യാപകരാണ്, അതുകൊണ്ടാണ് പറയണം, പോയിട്ട് ഒരു കൊച്ചിനെ കറക്റ്റ് ചെയ്യാൻ പറ്റൂല, അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇന്ന്. കാരണം അച്ഛനമ്മ എന്റെ കൊച്ചത് ചെയ്യില്ല, പ്രവർത്തിക്കില്ല എന്നുള്ള ഇതിനകത്ത് പോയിട്ട് എങ്ങനെ നിങ്ങൾക്ക് അടിക്കാന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സൊസൈറ്റി ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ പോയിട്ട് നമുക്ക് കുട്ടിയെ തിരുത്താൻ പറ്റും? കാരണം അവന് പ്രൊട്ടക്ഷൻ കിട്ടും. ആദ്യമേ പേടിയില്ല. അത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മൊത്തം കുഴപ്പമില്ല. അത് നല്ല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ ആണ്. പക്ഷേ അധ്യാപകരുടെ കയ്യിൽ വടി വരുന്ന വേണം. അടി ഞാൻ പറയട്ടെ, ഇപ്പൊ വീട്ടിൽ വന്നിട്ട് ഞാൻ US ഒക്കെ ട്രാവൽ ചെയ്യുന്നതാണ്, ഓപ്പണായിട്ട് പറയാം. കാരണം എന്ന് വെച്ചാൽ വെളിയിൽ പരസ്യമായിട്ട് കൊച്ചിനെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ ഇത് പറയാനോ സാധിക്കില്ല. പക്ഷെ അവരുടെ കൾച്ചർ ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മൾ ജനിച്ചു വളരുന്ന ഇന്ത്യയിലാണ്. ഇപ്പം നമ്മൾ അവനൊരു കുട്ടിയെ തന്നെ, ഇപ്പൊ എന്റെ മുന്നിൽ എന്റെ മോനെടുത്ത് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ അവനൊരു തെറ്റ് കാണിക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കൂല. ചിലപ്പോൾ അടി അച്ഛൻ പറഞ്ഞു കേൾക്കാത്ത ഒരു മകന്റെ അവസ്ഥ ഉണ്ട്. അതുമല്ല, പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട്, അതായത് ഒരു മക്കൾ നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ അവരും ഈ പ്രായത്തിൽ